ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഈ ഒരു കടയെ പറ്റി പറയാനാട്ടാ. ഗുരുവായൂർ ഏറ്റവും ഫേമസ് ആയിട്ട് എന്നാൽ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് സാധനങ്ങൾ കിട്ടുന്ന ഒരു കുഞ്ഞ് വലിയ കടയാണ് കേട്ടോ അത്. അപ്പം നമ്മുടെ ഈ ഷോപ്പ് വന്നിട്ടുള്ളത് കിഴക്കേ നടയിൽ മഞ്ഞുലാൽ കഴിഞ്ഞിട്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ. താഴെയും മുകളിലായിട്ടാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. ഞാൻ ആദ്യം കയറിയിട്ടുണ്ടായിരുന്ന മുകളിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ഏറ്റവും കൂടുതലായിട്ട് കുപ്പിവളകളുടെ കളക്ഷനാണുള്ളത്. നമുക്ക് എല്ലാ ഷെയ്ഡിലുള്ള കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിട്ടാണ് ഉണ്ട് കേട്ടോ. നമുക്ക് നോർമൽ കുപ്പിവിളയ്ക്ക് 40 രൂപയാണ് സ്റ്റാർട്ട് ചെയ്യണത്. എനിക്ക് തോന്നുന്നില്ല 40 രൂപയ്ക്കൊക്കെ കുപ്പിവിളകൾ വേറെ എവിടെയെങ്കിലും കിട്ടുമെന്ന്. അതുപോലെ പിന്നെ ഡിസൈനായിട്ടുള്ള നമ്മുടെ കുഞ്ഞ് എന്താ പറയുക വർക്കും കാര്യങ്ങളൊക്കെ വരുന്ന കുപ്പിവളകളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ 60 രൂപ വരുന്നത്. അതുപോലെ കുഞ്ഞു ഉണ്ണികൾക്ക് പറ്റിയിട്ടുള്ള ഒരുപാട് കളേഴ്സിലുള്ള കുഞ്ഞു വളകൾ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ആ ഒരു സെക്ഷനിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡത്തെ ഭാഗത്ത് ഫുള്ള് ബുക്സ്, അതുപോലെ ബാഗുകൾ, പിന്നെ ബോട്ടിൽസ്, കളർ പെയിൻറ്റ്സ്, പിന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ, അവർക്ക് വേണ്ടിയിട്ടുള്ള A to Z എല്ലാ ഐറ്റംസും ഇതിൻ്റെ മുകളിൽ അവൈലബിൾ ആണ് കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്, അപ്പോൾ എനിക്ക് ത്രെഡും അതുപോലെ ബീഡ്സും എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ നിന്നാണ് മേടിക്കാറ്. ബോബിന് അങ്ങനത്തെ ഐറ്റംസിനൊക്കെ 5 രൂപ 10 രൂപയൊക്കെ വരുന്നുള്ളൂ ഈ ഒരു മുകളിൽ. അത് മാത്രമല്ല കുഞ്ഞു ഉണ്ണികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ടോയ്സും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷേ ഞാൻ നോക്കിയിട്ട് നോർമലി ഉള്ളതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് ടോയ്സിനെ ഫീൽ ചെയ്തത്. ഒരു 100-150 രൂപയുടെ സാധനങ്ങളൊന്നും ടോയ്സിൻ്റെ സെക്ഷനിലില്ല. ഒക്കെ 200ൻ്റെ മുകളിലേക്കാണ് ഐറ്റംസ് വരുന്നത് കേട്ടോ. അപ്പം ഞാൻ 1-2 ടോയ്സും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ 265 ഒരു അടിപൊളി പാവേനെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ വെച്ചാൽ ഞാനത് അവൾക്ക് മേടിക്കണം, എനിക്ക് കുഞ്ഞിനെ മേടിക്കണം എന്ന് വെച്ചിട്ട് ഞാൻ സെലക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നിട്ട് അവളേനെ കൂട്ടിപ്പോയിട്ട് നമുക്ക് നോക്കാമല്ലോ എന്ന് വെച്ചപ്പോൾ അവൾ നമ്മുടെ ചെവിയിൽ വെച്ചിട്ട് ഇങ്ങനെ ചെവി പൊന്തലെടുത്തരം ടോയില്ലേ, അപ്പോൾ അതും അച്ഛനും മോളും കൂടെ മേടിച്ച് താഴത്തിണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം കൂടെ മേടിക്കേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ഞാനത് വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഈ കടയുടെ പേര് ശരിക്കും പ്രിയങ്ക എന്നാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഈ ഭാഗത്ത് എല്ലാവരും 5 രൂപ കട എന്നാണ് പറയുന്നത്. വെച്ചാൽ കുഞ്ഞു ഐറ്റംസൊക്കെ 5 രൂപയ്ക്ക് കൊടുത്തിരുന്നു. അത് കാരണം കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു പേര് വന്നത്. പക്ഷേ ഇപ്പോൾ കുഞ്ഞു ഐറ്റംസ് വെച്ചാൽ കുഞ്ഞു കമ്മലുകൾ മാത്രമേ 5 രൂപയ്ക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയുള്ളതിനൊക്കെ റേറ്റ് 10, 15, 20 അങ്ങനെയൊക്കെ തന്നെയാണ്. 5 രൂപയുടെ ഐറ്റംസൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ അതിൽ. പക്ഷേ എന്താ പറയുക, നമ്മുടെ കമ്മലുകളൊക്കെ ഇല്ലേ, വലിയ കമ്മലുകൾ, ജിംകാസോ, ഈ ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് കുറവായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 100, 110, 120 ആ ഒരു റേറ്റിനൊക്കെ നല്ല ഭംഗിയുള്ള കമ്മലുകൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. പക്ഷെ പുറത്ത് ഞാൻ കുറേ മുന്നേ കുന്നംകുളത്ത് നിന്ന് ഒരു കമ്മൽ മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ. പക്ഷേ ആ സെയിം സാധനം എനിക്കിവിടെ, ഞാൻ അവിടെ മേടിച്ച അത്ര 250 രൂപയ്ക്കോ അത്ര എങ്ങാണ്ടൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഈ സാധനം 110 രൂപയ്ക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാൻ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇവിടെ അതിനേക്കാൾ കുറവിൽ കിടക്കുന്നുണ്ടെന്ന്. പിന്നെ അതുപോലെ ഇവിടെ മുകളിൽ തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇതിനൊക്കെ എനിക്ക് കുറച്ചും കൂടെ റേറ്റ് ഫീൽ ചെയ്തു. അത്രയും അഫോർഡബിൾ ആയിട്ടുള്ളതല്ല, പക്ഷേ കുറച്ചും കൂടെ എനിക്ക് റേറ്റ് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ ഈ ഒരു സെക്ഷൻ ഫുള്ള് നമ്മുടെ ചോറ്റുപാത്രങ്ങൾ, നമ്മുടെ കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള കുഞ്ഞു ഡപ്പകൾ, അങ്ങനത്തെ ഐറ്റംസ് മൊത്തം ഈ ഒരു സ്റ്റോറിൽ ഈ ഒരു സൈഡിൽ മൊത്തം ഉണ്ട്. പിന്നെ കുടുക്കകൾ ഈ ഒരു സൈഡിൽ തന്നെ കേട്ടോ. ബുക്കുകളും വരുന്നത്, കളർ ബുക്കുകൾ വരുന്നുണ്ട്. പിന്നെ കുഞ്ഞു ബാഗുകൾ വരുന്നുണ്ട് ഉണ്ണികൾക്കൊക്കെ പറ്റിയിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, ഈ മൾട്ടി കളറായിട്ടുള്ള പേപ്പേഴ്സ്, പെയിൻറ്റ്സ്, അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഈ സൈഡിൽ വരുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മുകളിലത്തെ ഭാഗത്താണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാർക്ക് മുകളിലത്തെ ഭാഗത്തിനെ പറ്റി വലിയ ധാരണ ഉണ്ടോ വെച്ചാൽ അറിയില്ല. ഇത് പിന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ടോയ്സിൻ്റെ സെക്ഷൻ ആട്ടോ. അപ്പോൾ ഇതിൽ ഈ ഒരു പാവയാണ് ഞാൻ മോൾക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് ഏകദേശം ഒരു 200 സംതിങ് എത്ര, 200 അല്ല 400 സംതിങ് എത്ര കണ്ടൊക്കെ പറഞ്ഞു. ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ടോയ്ക്കാണ്ട 200 സംതിങ് പറഞ്ഞത്. അപ്പം ഞാൻ അവളോട് വെച്ചാൽ കുഞ്ഞിനെ കൊടുന്ന് കാണിച്ചു കൊടുത്തിട്ട് അവൾക്ക് ഏതാ ഇഷ്ടമായിച്ചാൽ അത് എടുക്കാമല്ലോ എന്നുള്ള പ്ലാനിൽ ഞാൻ നേരെ താഴത്തേക്ക് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ അവൾ വേറെ ടോയ് മേടിച്ച് സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എല്ലാം കൂടെ മേടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് പിന്നെ ഞാനത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പോന്നു. ഇവിടെ കുഞ്ഞു കരടികളും അങ്ങനെ എല്ലാ ടൈപ്പ് ഐറ്റംസും ഉണ്ട് കേട്ടോ. നമുക്കിനി നേരെ താഴത്തേക്ക് പോകട്ടോ. ഇനി താഴത്ത് ഈ ഇറങ്ങുന്ന ഈ ഒരു സെക്ഷൻ മൊത്തം പുട്ടുകളായിട്ടാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ പല കളറിൽ പല വെറൈറ്റീസിലുള്ള എന്താ പറയുക, പല തരത്തിലുള്ള പുട്ടുകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പിന്നെ നേരെ താഴത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഫുള്ളും ഈ പറഞ്ഞ പോലെ തന്നെ വളകൾ തന്നെയാണ്. കുഞ്ഞുണ്ണിയുള്ള വളകൾ കുറച്ചും കൂടെ കൂടുതൽ ഈ ഭാഗത്താണ് കേട്ടോ.
അപ്പോൾ ഇരുമ്പിൻ്റെ അതുപോലെ കരിവളകൾ, പ്ലാസ്റ്റിക്കിൻ്റെ വളകൾ, പല പല തരത്തിലുള്ള വെറൈറ്റി വളകൾ ഇവിടെ ചെന്നാൽ കിട്ടും നമുക്ക്. അതുപോലെ തന്നെ സൈഡിൽ ഫുള്ള് ടോയ്സ് ഉണ്ട്. പിന്നെ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് പിന്നെയും വരുമ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ള കുറേ വളകൾ കാണാം കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ 110 രൂപ 120 രൂപ അത്രയൊക്കെ വരുന്നുള്ളൂ. പിന്നെ അവിടുന്ന് നേരെ ചെല്ലുമ്പോൾ മാലകളുണ്ട് കേട്ടോ. ഇഷ്ടം തരത്തിൽ മാലകൾ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ ചോക്കേഴ്സ് ആയിട്ടുള്ളതും സെറ്റുമുണ്ടിലേക്ക് സാരീസിലേക്കൊക്കെ പറ്റുന്ന പല പല തരത്തിലുള്ള മാലകളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡിസൈൻ ചെയ്ത് ഈ ബ്ലാക്ക് മെറ്റലായിട്ടുള്ള മെറ്റീരിയലാട്ടോ വരുന്നത്. പിന്നെ അവിടുന്ന് നേരെ നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ ഫാൻസി ടൈപ്പ്, അതുപോലെ ഗോൾഡ് കവറായിട്ടുള്ളത്, ബീഡ്സിൻ്റെ ഒക്കെ മാലകൾ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ മൊത്തം പ്ലാസ്റ്റിക് ആയിട്ടുള്ള വളകളും പിന്നെ നമുക്ക് എന്താ പറയുക ക്രാബ് അങ്ങനത്തെ ഐറ്റംസ് ഇല്ലേ, അങ്ങനത്തെ ഐറ്റംസാണുള്ളത്. പിന്നെ ഇവിടെ ഫുള്ള് കുഞ്ഞു ഉണ്ണികൾക്ക് പറ്റിയിട്ടുള്ള ടിംറ്റീസ്, മറ്റേ ബട്ടർഫ്ലൈൻ്റെ തരത്തിലുള്ള ടിംറ്റീസ്, അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു ആക്സസറീസ് അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള പലതരം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇവൾക്ക് കുറച്ച് ക്ലിപ്പുകളും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞു കുഞ്ഞു ടിംറ്റീസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഞാൻ ഇവിടെ മേടിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ 20 രൂപയൊക്കെ വരുന്നുള്ളൂ കേട്ടോ. 10 രൂപ 20 രൂപ. പിന്നെ ഇവിടെ ഫുള്ള് ബണ്ണുകളാണ് വരുന്നത്. അപ്പോൾ 10 രൂപയുടെ ബണ്ണിൻ്റെ ഒക്കെ ഒരു വലിയ പാക്കറ്റ് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡിലുള്ള ഫുള്ള് കമ്മലുകളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ചീപ്പ് അങ്ങനത്തെ ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളും ഇവിടെ കിട്ടും. കണ്ണാടികൾ ഈ സൈഡിലും പിന്നെ ഫുള്ള് പൊട്ടുകളാണ് ഉള്ളത്. ഇവിടുന്ന് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ ഫുള്ള് കമ്മലുകളുടെ സെക്ഷനാണ് കേട്ടോ. സ്റ്റഡ്സ് വരുന്നുണ്ട്, പിന്നെ ജുംകാസ് വരുന്നുണ്ട്, പിന്നെ ഗോൾഡ് കവറിങ്ങിൻ്റെ ഐറ്റംസ് വരുന്നുണ്ട്. അങ്ങനത്തെ ഐറ്റംസൊക്കെ ഈ ഒരു സെക്ഷനായിട്ടാണ് ഉള്ളത്. അപ്പോൾ താഴത്തെ ഫ്ലോറിൽ ഫുള്ള് നമുക്ക് പൊട്ട്, പിന്നെ അതുപോലെ കമ്മലുകൾ അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ. മുകളിൽ ബുക്സ്, വാട്ടർ ബോട്ടിൽസ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഉള്ളത്. അപ്പോൾ പിന്നെ ഞാൻ നേരെ പോയിട്ട് മറ്റേ കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ എന്ന് പറഞ്ഞില്ലേ, 5 രൂപ 10 രൂപയൊക്കെ വരുന്ന കമ്മലുകളില്ലേ, അതൊന്നും ഞാൻ 1-2 എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ മിക്കപ്പോഴും വരുന്ന കടയാണ്. ഞാനിങ്ങനെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നോർമലി എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ എന്നാലും ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ 10 രൂപയുടെയും 5 രൂപയുടെയും കമ്മലുകൾ വരുന്നത്. തൊട്ടപ്പുറത്തെ സെക്ഷനിലും കുറച്ചും കൂടെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ ജുംക്കകൾ വരുന്നുണ്ട്. കുഞ്ഞു കുഞ്ഞു ജുംക്കൊക്കെ 30 രൂപ 40 രൂപയൊക്കെ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒരു സൈഡിലുണ്ട്. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഐറ്റംസ്, നമ്മുടെ സ്മെല്ലിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യില്ലേ, ആ ഐറ്റംസൊക്കെ ഇവിടെ 20 രൂപയൊക്കെ വരുന്നുള്ളൂ. ഒരു പാക്കറ്റ് കുറേ മൾട്ടി കളറായിട്ട് വരുന്നത് അതിന്. പിന്നെ ഈ ഒരു സൈഡ് ഫുള്ള് ഗ്യാരണ്ടി ഐറ്റംസാണ് കേട്ടോ. എന്താ പറയുക, മാലകൾ, വളകൾ അങ്ങനത്തെ ഐറ്റംസ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ കമ്മലിൻ്റെ സെക്ഷൻ ഇവിടെയാണ്. ഇതിനൊക്കെ 80 രൂപ 100 110 120 അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിൽ ഞാൻ ആ യെല്ലോ കമ്മൽ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതല്ലാണ്ട് ഈ സെക്ഷനിലും കുറേ ജുംക്കാസ് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൺലൈനായിട്ടുള്ള അവൈലബിൾ അല്ല ഇവിടെ. നമുക്ക് എന്തായാലും ഷോപ്പിൽ വന്നിട്ട് എടുക്കാനേ പറ്റുള്ളൂ. പിന്നെ ഇനി ആരെങ്കിലും ഈ ഷോപ്പിലേക്ക് വരുന്ന ആൾക്കാർ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെന്ന് വെച്ചാൽ ജസ്റ്റ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു ഐറ്റം ഉണ്ട് കേട്ടോ. അത് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ പറഞ്ഞുതരാം. അത് എന്താ പറയുക, വെറൈറ്റി എന്ന് പറഞ്ഞാൽ അത്രയും അടിപൊളി കളക്ഷൻസ് ആ ഒരു സാധനത്തിന് മാത്രമായിട്ട് അവിടെ ഉണ്ട്. ഞാൻ എപ്പോൾ ഞാൻ ഇട്ട് പോയാലും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ആരെങ്കിലും എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. അപ്പം ഞാൻ ഇവിടെ തന്നെയാണ് എല്ലാ സാധനങ്ങളും മേടിക്കാറുണ്ട്. പിന്നെ ഇത് ഫുള്ള് കുട്ടി ബ്രഷുകൾ, ഈ കുട്ടികൾക്കൊക്കെ പറ്റില്ലേ, എന്താ പറയുക, പല്ല് തേക്കാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കൊണ്ട് പല്ല് തേപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രഷുകളുണ്ട് ഇവിടെ, കുഞ്ഞു ബ്രഷുകൾ. പിന്നെ ഇനി ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ സാധനം. എന്താ വെച്ചാൽ ആംഗ്ലറ്റുകളാണ്. പല ടൈപ്പ്, പല കളേഴ്സ് മീൻസ് എല്ലാ കളറും കൂടെ മിക്സ് ആയിട്ടുള്ളതും നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 100-150 രൂപ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇതിൽ. ഞാൻ എപ്പോൾ ഇട്ട് പോകുമ്പോഴും ആരെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. അപ്പോൾ ഞാൻ പറയാറുണ്ട് കേട്ടോ ഇവിടെ നിന്നാണ്. അപ്പം ഇനി